പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 13-ാം തീയതി ശനിയാഴ്ച. 1 ശമൂവേൽ 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിൻ്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ലോകം എപ്പോഴും സംഖ്യകളെ നോക്കിയാണ് വിജയത്തെ അളക്കുന്നത്. എത്ര പേർ നമ്മുടെ കൂടെയുണ്ട്, എത്ര ശക്തിയുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര അവസരങ്ങളുണ്ട്, ഇവയെല്ലാം നോക്കിയാണ് മനുഷ്യൻ പ്രതീക്ഷയും നിരാശയും കെട്ടിപ്പടുക്കുന്നത്. ഇന്നത്തെ വചനം നമ്മെ മറ്റൊരു സത്യത്തിലേക്ക് നയിക്കുന്നു. യോനാഥാൻ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞതായ ഈ വാക്കുകൾ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. യഹോവയ്ക്ക് അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ പ്രയാസമില്ലല്ലോ. ഫെലിസ്ത്യരുടെ വലിയ സൈന്യം ഒരു വശത്ത്, മറുവശത്ത് വെറും 2 മനുഷ്യർ, യോനാഥാനും അവൻ്റെ ആയുധവാഹകനും. കണക്ക് കൂട്ടിയാൽ ഒരു യുദ്ധമല്ല, ഒരു പരാജയത്തിൻ്റെ കഥയാണ്. എന്നാൽ വിശ്വാസം കണക്കുകൾ നോക്കുന്നില്ല, അത് ദൈവത്തെ നോക്കുന്നു. യോനാഥാൻ പറയുന്നു, നമുക്ക് എത്ര പേരുണ്ട് എന്നല്ല, നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികളൊക്കെ ഫെലിസ്ത്യരുടെ രൂപത്തിൽ കടന്നു വന്നേക്കാം. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രതിസന്ധികൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, അങ്ങനെ പല പ്രശ്നങ്ങൾ. ചിലപ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ വിശ്വാസം പറയുന്നതാണ്, എൻ്റെ ശക്തി മതിയാകാതിരുന്നാലും ദൈവത്തിൻ്റെ ശക്തി മതിയാകുന്നു. എൻ്റെ കൈകൾ ശൂന്യമായാലും ദൈവത്തിൻ്റെ കൈകൾ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ വഴി അടഞ്ഞു പോയാലും ദൈവത്തിന് പുതിയ വഴികൾ തുറക്കുവാൻ സാധിക്കും. നമുക്കറിയാം, കടൽ പിളർത്താൻ ദൈവത്തിനൊരു വലിയ സൈന്യം വേണ്ടി വന്നില്ല, ഒരു മോശ മതിയായിരുന്നു. ഗോലിയാത്തിനെ വീഴ്ത്താൻ ഒരു രാജസൈന്യം വേണ്ടി വന്നില്ല, ഒരു ദാവീദ് മതിയായിരുന്നു. 5000 പേരെ പോഷിപ്പിക്കാൻ വലിയ സംഭരണശാല വേണ്ടി വന്നില്ല, ഒരു ബാലൻ്റെ 5 അപ്പം മതിയായിരുന്നു. കാരണം ദൈവം എണ്ണം നോക്കുകയല്ല, വിശ്വാസമാണ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നോക്കി ഞാൻ വളരെ ചെറിയവനാണ്, എൻ്റെ സാധ്യതകൾ കുറവാണ്, എൻ്റെ വിഭവങ്ങൾ പോരാ എന്ന് കരുതുന്നുണ്ടാകാം. എന്നാൽ ദൈവം പറയുന്നു, നമ്മുടെ കുറവ് ഒരു തടസ്സമല്ല, ബലഹീനത ഒരു പരിമിതിയല്ല, അസാധ്യതകൾ എൻ്റെ അത്ഭുതങ്ങൾക്ക് വേദിയാണ്. യോനാഥാൻ്റെ വിശ്വാസം ഒരു പർവ്വതം പോലെ ഉറച്ചതായിരുന്നു. അതുകൊണ്ടാണ് 2 മനുഷ്യരുടെ ചുവടുകൾ ഒരു സൈന്യത്തെ ഉറപ്പിച്ചത്. ഇന്നും ദൈവം വിശ്വാസത്തോടെ മുന്നോട്ട് ചുവട് വയ്ക്കുന്നവരെ അന്വേഷിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായതിനാലല്ല, ദൈവം വിശ്വസ്തനാണെന്നതിനാൽ മുൻപോട്ട് പോകുന്നത് വരെ. അതുകൊണ്ട് നമുക്കും ഇന്ന് യോനാഥാൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുപറയാം. യഹോവയ്ക്ക് അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ പ്രയാസമില്ലല്ലോ. നമ്മുടെ കയ്യിൽ കുറവുകൾ ഉണ്ടാകാം, നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് യാതൊരു കുറവുമില്ല. നമ്മുടെ ശക്തി പരിമിതമായിരിക്കാം, എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. അതിനാൽ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. കാരണം സംഖ്യകളെ മറികടക്കുന്ന ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ യുദ്ധങ്ങൾ ജയിപ്പിക്കുന്ന ദൈവം ഇന്നും സിംഹാസനത്തിൽ വാഴുന്നു. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വാഗ്ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ബലഹീനതകളിലും പരിമിതികളിലും അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ കൃപ നൽകണമേ. അസാധ്യമായി തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ കരുത്തുറ്റ കൈ ഞങ്ങളെ നയിക്കണമേ, ജയത്തിലേക്ക് എത്തിക്കണമേ. യോനാഥാനെ പോലെ ധൈര്യത്തോടെ ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.